നീ എന്താ വിശ്വ ഇങ്ങനെ മൂഡ് ഔട്ടായിരിക്കുന്നത്? ഒന്നുമില്ല. തോമാച്ച, താനാ നമ്പ്യാർ സാറിനെ കാര്യമായിട്ടൊന്ന് സഹായിക്കണം. ഈ കാര്യമായിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞാല് ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് സഹായിക്കാനാ? ഞാൻ അല്പ പരിങ്ങലില്ല. തനിക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഇത് നല്ല ചോദ്യം. നീ സംവിധാനം നിർത്തിയ പിന്നെ ഞാൻ എടുത്ത പടങ്ങളെല്ലാം പൊളിവ. ഞാൻ തന്റെ ബാനറിൽ സംവിധാനം ചെയ്ത 10 സിനിമകൾ തനിക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കി തന്നിട്ടില്ലേ? അതിൽ നിന്ന് ഒരു 50,000 രൂപ നമ്മളെ തൊഴിൽ പഠിപ്പിച്ച ഗുരുവിന് കൊടുത്താൽ എന്താ? അത് ശരി. ഞാൻ ഏതാണ്ട് ലക്ഷവും കോടിയും ഒക്കെ വാരിക്കൂട്ടിയെന്നാ നിന്റെ വിചാരം. ലാഭം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ലാഭത്തിന്റെ ഇരട്ടിയല്ലേ ചെലവ്. ഓരോ പടത്തിന് 8-10 ലക്ഷം രൂപയാ ചെലവ് പബ്ലിസിറ്റിക്ക് വേണ്ടി. അതിന്റെയൊക്കെ കുറെ ഗുണം നിനക്കും കിട്ടിയിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ പേരിൽ ഒരു 50,000 രൂപ നമ്പ്യാർ സാറിന് അയച്ചു കൊടുക്കും. താൻ എനിക്ക് കടം തന്നാണെന്ന് വിചാരിച്ചാൽ മതി. കടമെന്നൊക്കെ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ തിരിച്ചു തരണമെന്നാണല്ലോ അതിന്റെ അർത്ഥം. നീ എവിടെ നിന്ന് തിരിച്ചു തരാനാ? ഞാൻ വരട്ടെ. നീ അവിടെ ഇരി വിശ്വ. നീ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ഒരു 50,000 രൂപ അയച്ചു കൊടുത്തു എന്ന് വെച്ചോ. അതുകൊണ്ട് അങ്ങേരുടെ കടം തീരുമോ? മോളുടെ കല്യാണം നടക്കുമോ? അതല്ലെങ്കിൽ ഇനിയും അങ്ങേര് 2 കാലം എഴുന്നേറ്റ് ഓടി നടക്കുമോ? ഇല്ലല്ലോ. മിനിമം ഒരു 5 ലക്ഷം രൂപയെങ്കിലും വേണം ആ കുടുംബം കരകയറാൻ. നീ വിചാരിച്ചാൽ ആ കുടുംബം രക്ഷപ്പെടും. എങ്ങനെ? നമ്പ്യാർ സാർ ഒരു പടം നിർമ്മിക്കട്ടെ. അങ്ങേരൊന്നും അറിയണ്ട, ഒറ്റ കാശും മുടക്കണ്ട, ഒക്കെ ഞാൻ ചെയ്തോളാം. വിതരണം മാത്രമേ എനിക്ക് തന്നാൽ മതി. പക്ഷേ ഒരു കണ്ടീഷൻ, നീ സ്ക്രിപ്റ്റ് എഴുതണം, നീ തന്നെ സംവിധാനവും ചെയ്യണം. എന്താ ബുദ്ധിമുട്ടാണല്ലേ? ഇത് പണ്ട് എന്റെ അമ്മ പറഞ്ഞതുപോലെയാ, ആരാന്റെ പന്തലിൽ വേണം വിളമ്പ് കാണാനെന്ന്. ബാക്കിയുള്ളവനിവിടെ തല പോഞ്ഞും പിടിച്ചു പറിച്ചും തിരുമ്മി വെച്ചിരിക്കുന്ന 10 കാശെടുത്ത് നാട്ടുകാർക്ക് സപ്ലൈ ചെയ്യണം പോലും. തോമാച്ച, ഈ തനിക്ക് മേലനങ്ങാൻ വയ്യ. എന്നിട്ട് അതിനൊരു സെന്റിമെന്റ്സിന്റെ മറയും.